ഹലോ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഗെറ്റ് റെഡി വിത്ത് മീ ചന്ത. അത് വെറും ചന്തയല്ല, മീൻ ചന്ത. അപ്പോൾ മീൻ ചന്തയിൽ പോകുന്നതുകൊണ്ട് ഡാവിഡോഫിൻ്റെ പെർഫ്യൂം ഒന്നും വേണ്ട, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പെർഫ്യൂം. അപ്പോൾ നമുക്ക് ഏത് പെർഫ്യൂം ഉപയോഗിക്കാം? അതൊന്നും ഇല്ലേ, വരുന്നില്ലല്ലോ. ശരി, മാർക്കറ്റിലൊക്കെ പോലെ ഇരിക്കട്ടെ, മണം ഇരിക്കട്ടെ. പിന്നെന്താണ് ചെയ്യേണ്ടത്? ഇച്ചിരി മോയ്സ്ചറൈസിങ് ക്രീം. അത് വേണ്ട, അത് ഇച്ചിരി വില കൂടിയതാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചെടുത്ത് ഇതിനകത്ത് തിരിച്ച് വെച്ച് നമ്മൾ മെയിൻ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ക്രീമുണ്ട്. മെയിൻ മാർക്കറ്റിൽ മാത്രം പോകാൻ എനിക്ക് ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്രീം കിട്ടി, സെറവേ. ഇത് മീൻ മാർക്കറ്റിൽ പോകാനുള്ള ക്രീമൊന്നും അല്ല. പിന്നെ ഒരു പരിധി ഏറെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം കടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ജസ്റ്റ് വന്ന് ഇപ്പം നമ്മൾ വഴക്ക്. ജസ്റ്റ് ഞാൻ റെഡിയാണേ. പെട്ടിയാ? എന്നാ പെട്ടി? മീൻ പെട്ടിയോ? മീൻ പെട്ടിയൊക്കെ ജസ്റ്റ് എടുത്തോ. വെറുതെ ഇരിക്കുവല്ല, ഞാൻ ഓരോരോ പരിപാടി ചെയ്തോണ്ടിരിക്കും. ജസ്റ്റ് ഇപ്പൊ കിഴിയെ കടിച്ചിരിക്കും. എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടും കേട്ടോ. എന്നോട് ഒരു ഷോർട്സ് എടുത്തിട്ട് ജസ്റ്റ് ഇപ്പൊ മീൻ മാർക്കറ്റിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല വിലയുള്ളൊരു നല്ലൊരു ഡ്രസ്സും എടുത്തിടും. മതി ഒരു മീൻ മാർക്കറ്റിൽ പോകാൻ ഇത്രയൊക്കെ മേക്കപ്പ് പോകും. അങ്ങനെ ജസ്റ്റിയുടെ വായിലെ വഴക്കും ചീത്ത എല്ലാം കേട്ട് ഫൈനലി ഞാൻ ഒരുങ്ങി കേട്ടോ. എൻ്റെ പൊന്നെ, ഒന്ന് മീൻ മാർക്കറ്റിൽ പോകാൻ നമുക്ക് എന്താ ഒരുങ്ങാനുള്ള അവകാശമില്ലേ? ഇനി അതിനുവേണ്ടി നമ്മൾ വല്ല വനിതാ കമ്മീഷനെ നിയോഗിക്കേണ്ടി വരുമോ? അതോ മീൻ മാർക്കറ്റിൽ പോകാൻ ഒരുങ്ങുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പുതിയ വനിതാ കമ്മീഷനെ വല്ലോ? ഇവർക്കറിയാമോ നമുക്ക് ചോദിക്കാനും പറയാനും എന്തോ ഒരു ആൾക്കാരാണ് വനിതാ കമ്മീഷൻ, എന്താ സാമൂഹ്യക്ഷേമ വകുപ്പ്, ശിശുക്ഷേമ വകുപ്പ്, വനിതാ കമ്മീഷൻ, വനിതാ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ചോദിക്കാനും പറയാനും ഉണ്ടായിട്ട് പോയി. ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ. ഒന്ന് ഒരുങ്ങാൻ താമസിച്ചാൽ പൂര ചീത്ത. സമ്മതിക്കണം നമ്മളല്ലേ. ഇതിപ്പോൾ എന്നാണെന്നറിയാമോ, ജസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നിട്ട് ജസ്റ്റിക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. ജസ്റ്റിക്ക് ഒരു ട്യൂഷനുണ്ട്, ജസ്റ്റ് ഒരു ക്ലാസ് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. അതുണ്ട്, ട്യൂഷനല്ല, ജസ്റ്റിക്ക് ഓൺലൈനിലൊരു ക്ലാസ് ഉണ്ട്, ഒരു കോഴ്സിൻ്റെ. പിന്നെ കൊച്ചിന് ട്യൂഷനുണ്ട്. പിന്നെ ജോലിയും കഴിഞ്ഞ് വരുന്നതിൻ്റെ ആ ഒരു ദേഷ്യവും അത് മൊത്തം എൻ്റെ അടുത്ത് തീർത്ത കേട്ടോ. ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നതെന്ന് അറിയാം, മീൻ മാർക്കറ്റിൽ പോകാമെന്ന്. ദിവസങ്ങളല്ല, മാസങ്ങളായി. ശരിക്കും ഉണ്ടല്ലോന്നേ, ഇവിടെ ഈ വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ മീൻ മാർക്കറ്റിൽ ഫിഷിന് ഭയങ്കര വിലക്കുറവാണ്. അപ്പോൾ ആണെങ്കിൽ ഒത്തിരി വാങ്ങിച്ച് നമുക്ക് ഇഷ്ടം പോലെ അങ്ങ് കഴിക്കാമല്ലോ. അപ്പോൾ തൊട്ട് ഞാൻ പറയുന്നത് ജസ്റ്റ് നമുക്ക് മീൻ മാർക്കറ്റിൽ പോകാമെന്ന്. പോകാൻ മടിയാന്നേ, നമ്മൾ വേറെന്തോ പറയാൻ വന്ന ഉന്തിത്തള്ളി ഒരു വിധത്തിൽ കൊണ്ടുപോയി ഇറങ്ങും. അങ്ങനെ ഫൈനലി ഒത്തു വന്നാൽ ഇതിപ്പോൾ ഈ മാസം അല്ല, ഇത് ജൂണല്ല, മെയ് തൊട്ട് ഞാൻ പറഞ്ഞത് ജസ്റ്റ് പോവാം. അങ്ങനെ ഇപ്പോൾ ഇറക്കമാണ് ഈ കാണുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മീൻ ഭയങ്കര വിലയാണേ. ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ മീൻ നല്ല വിലയാണ്. ചൂടില്ലെങ്കിൽ തണുപ്പുകാലത്താണെങ്കിൽ നല്ല വിലക്കുറവുണ്ട്. അപ്പോഴൊന്നും പോയില്ലെന്നേ, ഓരോ കാരണം പറഞ്ഞിങ്ങനെ ഇരിക്കും. എന്നിട്ട് മീൻ വാങ്ങിക്കുന്നില്ലെന്നൊന്നുമല്ല, മീൻ നമ്മൾ ലുലുവിലും കാരിഫോറിലും അല്ലെങ്കിൽ അല്ലാത്ത ഷോപ്സിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷവും എനിക്ക് ഏറ്റവും എന്താ പറയുന്നത് ഒരു രസമല്ല, എനിക്ക് ഏറ്റവും സന്തോഷം ഈ ഫിഷ് മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെയുള്ള മീനിനെയൊക്കെ കണ്ട് പിടിച്ച് തലോടി
ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചും പറഞ്ഞും വാങ്ങിച്ച് ബാർഗെയിൻ ചെയ്ത് നമുക്കിഷ്ടമുള്ള മീനൊക്കെ വാങ്ങിക്കത്തില്ലേ. മറ്റിടത്തെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് മീനെ ഒരു എന്താ പറയുക കുറച്ച് ലിമിറ്റഡ് കളക്ഷൻസേ ഉണ്ടാവുള്ളൂ, കളക്ഷൻസിൽ നിന്ന് കുറച്ച് മീനേ ഉണ്ടാവുള്ളന്നേ. ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് അതുപോലൊന്നുമല്ല. എനിക്ക് UAE ഇവിടെ വന്നിട്ട് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫിഷ് മാർക്കറ്റാണ്. അത് വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയൊക്കെ കൊണ്ടുവന്നപ്പോഴുണ്ടല്ലോ മമ്മിക്കും പപ്പായ്ക്കും ഏറ്റവും ഇഷ്ടം പോകാൻ ഫിഷ് മാർക്കറ്റിൽ പോകുന്ന പറഞ്ഞാൽ ചാടി എഴുന്നേറ്റ് വരും. അതല്ല ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നും ഇല്ലെന്നേ. നിങ്ങൾ പോക്കോ ഞങ്ങൾ വരുന്നില്ലെന്ന് പറയുവേ. അതേസമയം മീൻ മാർക്കറ്റിൽ പോയാൽ നമുക്ക് പോയി ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചാടി ഇറങ്ങിയിരിക്കും. അത് തന്നെ എനിക്കും കിട്ടിയേക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് മാർക്കറ്റിൽ പോകാൻ. അങ്ങനെ നമ്മൾ ഫൈനലി ഫിഷ് മാർക്കറ്റിൽ ചെന്നു കേട്ടോ. ഇതാ ഞങ്ങൾ അബുദാബിക്കാരുടെ സ്വന്തം ഫിഷ് മാർക്കറ്റ്, മിന ഫിഷ് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. നല്ല സൂപ്പറല്ലേ. ഇവിടെ മീൻ വാങ്ങിക്കാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ മീൻ കഴിക്കാനും വരാം. ഇതുണ്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ. ഇത് അതിൻ്റെ മെയിൻ എൻട്രൻസാണ്. പക്ഷേ ഇതിൻ്റെ 2 സൈഡിലും അതിൻ്റെ ബാക്ക് സൈഡിലും ഫുള്ള് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സാണ്. എന്തോരമുണ്ടെന്ന്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന പ്ലേസാണേ. ഇത് അബുദാബിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ, അല്ലാതെ എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിനകത്ത് ചെന്നു. ചെന്നപ്പോഴേ ക്രാബാണ് കണി. ഈ പ്രാവശ്യം എനിക്ക് തോന്നിയതുണ്ടല്ലോ ഒത്തിരി ക്രാബ് ഉണ്ടെന്ന് തോന്നി. എനിക്ക് ഹമൂറിനെയൊക്കെ നോക്കി എന്ത് മുഴുത്ത ഹമൂറ, എന്ത് മുഴുത്തന്നല്ല എന്ത് നല്ല ഫ്രഷ് ഹമൂറ അല്ലേ. പിന്നെ ഉണ്ട് ഇവിടെ വന്നാൽ നല്ല ഫ്രഷ് മീനും കിട്ടും. ഇത് എന്താ പറയണ്ട, നേരെ നമ്മുടെ പോട്ടിൻ്റെ അടുത്തായതുകൊണ്ട് അപ്പോഴേ മീൻ ഇറക്കിക്കൊണ്ട് വരുന്നത് നമുക്ക് നല്ല ഫ്രഷായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ക്രാബ്സിൻ്റെ സീസണാണെന്ന് തോന്നേ. എന്ത് മുഴുത്ത ക്രാബാന്ന്. ഈ ഒരു ക്രാബ് ഉണ്ടല്ലോ 1 കിലോ ഉണ്ട്. അതിന് കിലോയ്ക്ക് 50 ദിറംസാണ്. ഞാൻ ചോദിച്ചേ 50 ദിറംസ് എന്ന് പറഞ്ഞു. ഓക്കെ അവിടെ ഇരുന്നോട്ടെ. 50 ദിറംസിൻ്റെ ക്രാബ് കഴിക്കാനുള്ള ഒരിതില്ല. ഇത് കണ്ടോ ലോബ്സ്റ്ററൊക്കെ കണ്ടോ. ലോബ്സ്റ്റർ ഒന്നും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ, യൂട്യൂബിലൊക്കെ വേണേൽ നോക്കി പഠിക്കാം. ഇത് കണ്ടോ ഒരു വലിയ ചൂരമീനെ കണ്ടോ, ട്യൂണ. എന്നാ വലിയ ട്യൂണയല്ലേ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കി, അത് ആ ചൂണ്ടക്കുളത്തെ പിടിച്ചേക്കുന്ന കേട്ടോ. ആ ഒരൊറ്റ കുഞ്ഞു ചൂണ്ടെന്ന് പറഞ്ഞാൽ ചൂണ്ടയുടെ കൊളുത്ത് വലുതായിരിക്കും, പക്ഷേ എന്നാലും അതുകൊണ്ടോ അത്രയും കുഞ്ഞ് ചൂണ്ടലാണ് ഇത്രയും വലിയ ഒരുത്തനെ പിടിച്ചത് തന്നെ അല്ലേ. ഇന്ന് ഞാൻ വിചാരിച്ചേ ഈ വീഡിയോ മീൻ മാർക്കറ്റിൽ പോകുമ്പം ഇച്ചിരി ലോങ് ആയിട്ട് എടുക്കാം, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. കുറച്ചൊക്കെ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാകത്തില്ലേ ഇങ്ങനത്തെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് കാണാനും ഒക്കെ. നാട്ടിലെ ഫിഷ് മാർക്കറ്റ് പോലാണോ, നല്ല അടിപൊളി ഫിഷ് മാർക്കറ്റ് അല്ലേ, അങ്ങനത്തെ സ്മെല്ലോ വാടയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്നാലും മീൻ മാർക്കറ്റിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവും, പക്ഷെ നല്ല വൃത്തിയാണ്. ഇത് കണ്ടോ ക്രാബ്. എനിക്ക് കുറച്ച് ക്രാബ് എടുക്കണമെന്നുണ്ടായിരുന്നേ. നമ്മുടെ ജേഡുവിന് ഭയങ്കര ഇഷ്ടമാണ് ക്രാബ്, പക്ഷേ ജസ്റ്റ് വിട്ട് കഴിക്കുകയില്ല. ഞാൻ കഴിക്കും, പക്ഷെ അവൻ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ക്രാബൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. സീബ്രിം ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കാളാഞ്ചി ഇല്ലേ, കാളാഞ്ചി ഉണ്ട്, റെഡ് സ്നാപ്പറുണ്ട്. റെഡ് സ്നാപ്പർ എന്നാ ആവോലിയാണോ അല്ല, ആവോലിയല്ല വേറൊരു പേരാ, ചാകുട്ടിയാണോ, എനിവേ ഞാൻ മറന്നുപോയി. കണ്ടോ നല്ല മത്തിയുണ്ട്, അയലയുണ്ട്. അയലൊക്കെ നല്ല ഫ്രഷ് മീനാട്ടോ. ഇതാണ് നൈസർ എന്ന് പറയുന്നൊരു മീൻ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ണി കാണരുത് കേട്ടോ. നമ്മൾ ചൂണ്ടിടാൻ പോകുമായിരുന്നേ, ചൂണ്ടിടാൻ പോകുമ്പോൾ കിട്ടുന്നൊരു മീനാണ്. ഇത് കണ്ടോ നമ്മുടെ കിളിമീനുണ്ട്. ഇതല്ലേ കാളാഞ്ചിക്ക് നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ അധികം വാങ്ങിക്കാറില്ല, പക്ഷേ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതിവിടുത്തെ എന്താ പറയുന്നത് ഷേരിയുണ്ട്. എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും കേട്ടോ. ഇതാ ഹമൂർ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഇത് ഹമൂർ. അപ്പം ജസ്റ്റിയെ കൊണ്ട് എന്താ പറയുന്നത് എനിക്കൊന്ന് ഹമൂർ വാങ്ങിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ ഹമൂറിൻ്റെ കീഴെ തന്നെ എടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ തണുപ്പുള്ളപ്പോൾ ഈ സാധനത്തിന് കിലോയ്ക്ക് 20-22 ദിറംസ് വില വന്നുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പം ചൂട് കാലമായതുകൊണ്ട് ഹമൂറിന് കിലോയ്ക്ക് 50 ദിറംസാണ് വില. 45 to 50 വരും കേട്ടോ. 50 അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാലും വില കൂടുതലാണേലും ഒരു ഹമൂർ വാങ്ങിച്ചേക്കാന്ന്. ഈയിടെ നിങ്ങൾ ഓർക്കുന്നില്ല എൻ്റെ വീഡിയോയിൽ ഹമൂർ മോഹിച്ച് വാങ്ങിച്ചിട്ട് ബാൽക്കണി ചൂടാകാനല്ല ഫ്രീസിങ് മാറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് മറന്നു പോയത്, പിറ്റേ ദിവസം ചീഞ്ഞളഞ്ഞ് അവിടെ ഇരുന്നത്. അത് കളഞ്ഞപ്പോൾ തൊട്ടൊരു നൊമ്പരമാണ് ഹമൂർ വാങ്ങിക്കണമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് മീനെല്ലാം നമ്മൾ കുറേ മീനൊക്കെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ച് ഇതുണ്ട്. ഇത് ക്ലീനിങ് സെക്ഷനാണ്. അവിടെ പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കിലോയ്ക്ക് അനുസരിച്ച് പ്രൈസ് വരുള്ളൂ. ഇവിടെ കൊടുത്താൽ അവർ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് വേണോ അങ്ങനെ കട്ട് ചെയ്ത്, ചിലപ്പോൾ കറി പീസൊക്കെ അല്ലേ അങ്ങനെ കട്ട് ചെയ്ത് തരും കേട്ടോ. ഇത് കണ്ടോ അവിടെ സ്ക്രീനിൽ ഇങ്ങനെ നമ്പർ കാണിക്കും. നമ്മുടെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ പ്രിപ്പയർ ചെയ്തെന്ന് കാണിക്കും, അതല്ല റെഡി ആയെങ്കിൽ നമ്മുടെ റെഡി ആയെന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് പോയി എടുത്താൽ മതി. അവിടെ എന്താ പറയുന്നത് കട്ട് ചെയ്യുന്നതിൻ്റെ കീഴൊന്നും നിൽക്കുകയൊന്നും വേണ്ട. അവിടെ എന്താ പറയുന്നത് ചെയർസ് മീൻസ് ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്, അവിടെ ഇരിക്കാം ഫോണൊക്കെ കുത്തിപ്പിടിച്ച്. ആ സമയം കൊണ്ട് അവർ കട്ട് ചെയ്ത് തരും. അതല്ല എങ്കിൽ കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് പുറത്ത് പോയി, അവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്, അവിടെ പോയി കോഫിയോ അതല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫ്രഷ് സീ ഫുഡ് കിട്ടുന്ന ഒത്തിരി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. ഇതിൽ ഈ സൈഡ് മുഴുവൻ ഞാൻ പക്ഷേ അത് എടുക്കാൻ മറന്നു കേട്ടോ. ആ സൈഡ് മുഴുവൻ സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുവാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് സീ ഫുഡ് വേണമെങ്കിലും കഴിക്കാം.
പുറത്തുള്ള കടകളെക്കാളും ഇച്ചിരി നല്ല ബെറ്റർ ഓപ്ഷൻ അതായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട്. പക്ഷേ ഇന്ന് എനിവേ പോകാനുള്ളൊരു മൂഡൊന്നും അല്ലായിരുന്നു. അത് തന്നെയല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ടോ വന്നേ, അതല്ലേ പോകാമായിരുന്നെന്ന് ജസ്റ്റ് പറഞ്ഞതേ. പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറത്തോട്ടിറങ്ങി. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ആ റെസ്റ്റോറൻറ്റ്സ്. ഈ സൈഡ് മൊത്തം അങ്ങോട്ടും അതേ റെസ്റ്റോറൻറ്റ്, അപ്പുറത്തെ സൈഡും അതെ. ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ആൾക്കാർ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. രാത്രിയൊക്കെ എന്നാ തിരക്കാന്ന് പറയുക, പാർക്കിംഗ് ഒന്നും കാണത്തില്ലേ, അവിടെ ഫുള്ള് വണ്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന്. അതല്ല നമ്മൾ ചിന്തിക്കുകയൊന്നും വേണ്ട, അയ്യോ ഭയങ്കര മണമായിരിക്കുമല്ലോ, മീൻ മാർക്കറ്റിലാണോ റെസ്റ്റോറൻറ്റ്, അങ്ങനെയൊന്നുമില്ല. അവിടെ മീൻ മാർക്കറ്റിൽ കയറാതെ പുറത്തുനിന്ന് വന്ന് റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കരിക്കൊക്കെ കുടിക്കാൻ പോയി കേട്ടോ. അവിടെ ഒരു ബംഗാളിയുടെ കടയുണ്ട്, ഒരു പാവം ബംഗാളിയാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആ മീൻ വെട്ടുന്ന സമയം കൊണ്ട് കുറച്ച് കരിക്കൊക്കെ കുടിക്കുവേ. അങ്ങനെ നമ്മൾ കരിക്കൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇരിക്കാനുള്ള ഏരിയ ഉണ്ടെന്ന്. അവിടെ ഇരുന്നാൽ നമുക്കിങ്ങനെ മീൻ വെട്ടുന്നതൊക്കെ കാണാം. അകത്ത് ഗ്ലാസിൻ്റെ അപ്പുറത്ത് അവരിരുന്ന് ചേട്ടന്മാരിരുന്ന് മീൻ വെട്ടും. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ആരാ വെട്ടുന്നത്, എങ്ങനെയാണ് വെട്ടുന്നത്, അതിന് മുമ്പ് തന്നെ അവർ ചോദിക്കും കേട്ടോ എങ്ങനെയാണ് വെട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞ്. തല വെട്ടിക്കളഞ്ഞെങ്കിൽ തല വെട്ടിക്കളഞ്ഞല്ല, സ്കിൻ കളഞ്ഞതുണ്ടോ. നമ്മുടെ മീനാണ് ഈ വെട്ടുന്നത്. ആ ചേട്ടൻ കണ്ടോ, നല്ല ഫ്രഷ് മീനല്ലേ. എനിക്കൊന്ന് ഹമൂറാന്ന് തോന്നുന്നു വെട്ടുന്നത്. അതോ പിന്നെ ജസ്റ്റ് മോത വാങ്ങിച്ചായിരുന്നു, ഒരു 4 കിലോ ഉള്ള. ജസ്റ്റിക്ക് ഇഷ്ടമുള്ളത് എനിക്കിഷ്ടമുള്ള ഞാനും വാങ്ങിക്കും. മോതയാണോ എന്ന് അറിയില്ല. വലിയ 2 മീനുകളാണ് വാങ്ങിച്ചത്, മോതയും ഹമൂറും. അല്ലാതെ പിന്നെ വേറെ കുറേ കുഞ്ഞു മീനുകളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന വഴിക്ക് കണ്ടല്ലോ നമ്മുടെ കണ്ണിത് ഇവിടെ ഉടക്കി. പൂച്ചയുടെ കാര്യം പറഞ്ഞാൽ ഇതൊരു ഉണക്കമീൻ കടയാണേ. അവിടെ ഇങ്ങനെ 2-3 ഉണക്കമീൻ കടകളുണ്ട്. നല്ല ഫ്രഷ് ഉണക്കമീൻ. ഫ്രഷ് എന്ന് പറഞ്ഞാൽ പച്ചമീൻ ഉണങ്ങുന്നതാണല്ലോ ഉണക്കമീനല്ലേ. അപ്പോൾ പിന്നെ ഫ്രഷ് എന്ന് പറയാൻ പറ്റുമോ? ഇനി എന്തെങ്കിലുമായിട്ട്. ഇത് കണ്ടോ, നല്ല അയലയൊക്കെ നല്ല പാക്കറ്റിനകത്ത്. ഇതൊക്കെ കണ്ടോ, നല്ല ഉണങ്ങിയ മീനാണ്. കണ്ടാൽ വാങ്ങിക്കാൻ തോന്നുകയല്ലേ. അതല്ലെങ്കിലും പിന്നെ ഉണക്കമീൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് വേണമെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ വേണ്ടെന്ന് പറയുന്നല്ലേ. അത് നമ്മൾ കോട്ടയംകാർ മാത്രമല്ല കേട്ടോ, ഇടുക്കിക്കാർ. ഞങ്ങൾ കോട്ടയം ഇടുക്കിക്കാരുടെയൊക്കെ ഒരു വീക്ക്നെസ് ആണെന്നേ. ഇപ്പോൾ പച്ചമീനും ഉണക്കമീനും ഫ്രണ്ട് വെച്ചിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൈ ഓട്ടോമാറ്റിക്കലി ഉണക്കമീനിലോട്ടേ പോവുള്ളൂ. അതങ്ങനെ ആയിപ്പോയി, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഉണക്കമീൻ കട കണ്ടപ്പോൾ അവിടെ കയറി കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങിച്ചേ. ജസ്റ്റിയോട് ഞാൻ പറഞ്ഞാൽ വേണ്ട ജസ്റ്റ്, ഈ പ്രഷർ കൂടും ജസ്റ്റ് എന്നൊക്കെ. പക്ഷെ എന്നാലും മനസ്സനുവദിച്ചില്ല. അവിടെ വരെ പോയതല്ലേ അല്ലേ, പിന്നെ ഉണക്കമീൻ വാങ്ങിക്കാതെ എങ്ങനെയാണ് പോരുന്നത്. അങ്ങനെ അവിടെ കയറി കുറച്ച് ഉണക്കമീനും വാങ്ങിച്ചു കേട്ടോ. ഇച്ചിരി കപ്പപ്പുഴുക്കും ഉണക്കമീൻ കറിയൊക്കെ വെച്ചാൽ പൊളിയായിരിക്കും. എന്നാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലേ, എത്രയും പച്ചമീൻ വാങ്ങിച്ചിട്ട് പിന്നെ ഇതുങ്ങൾ എന്തിൻ്റെ കെടുതിക്കാണ് ഈ ഉണക്കമീനും കൂടെ വാങ്ങിച്ചതെന്ന്. എനിവേ അവിടെ നിന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നേ. ഞാൻ പറഞ്ഞില്ലേ, മിനേന്ന് മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ എൻ്റെ അടുത്ത ലക്ഷ്യം വീട്ടിൽ ചെല്ലുക, മീൻ കറി വെക്കുക എന്നുള്ള. എനിക്ക് നമ്മൾ എത്ര താമസിച്ചാലും വീട്ടിൽ വന്നിട്ട് ഇച്ചിരി മീൻ കറി വെച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാന്നേ. അല്ലെങ്കിൽ ഇത്ര ഫ്രഷ് മീൻ വാങ്ങിച്ചിട്ട് കറി വെച്ചില്ലേ പിന്നെ എങ്ങനെ അല്ലേ. അപ്പോൾ ശരി, എന്നാൽ പോയിച്ചും വരാം.